ഞാൻ കളക്ട് ചെയ്ത കുറേ ചെടികളെക്കുറിച്ചും വളർത്തുമീനായ സിലോപ്പിയ മീനിനെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങളെല്ലാവരും കണ്ടു നോക്കൂ. മണി കളക്ഷനാണ് ഇത്. ഞാൻ കുറച്ച് ചീരവിത്ത് പാവി നിർത്തിയിരിക്കുകയാണ്. കുറച്ചും കൂടെ വളർന്നിട്ട് പിരിച്ചു നടാമെന്ന് വിചാരിക്കുക. റോസ് നിറത്തിലുള്ള 10 മണിയാണ്. ഇത് ഓറഞ്ച് കളർ 10 മണിയാണ്. ഇന്ന് പൂവൊന്നും വിരിഞ്ഞില്ല അതിനകത്ത്. കല്യാണ ജമന്തി ഞാൻ മേടിച്ച് വെച്ചതാണിത്. ഇത് തൈയൊക്കെ കിട്ടുമോയെന്ന് അറിയത്തില്ല. ഇതിൽ നിന്ന് തൈ വരുമെന്നാണ് അവർ പറഞ്ഞത് നഴ്സറിയിൽ നിന്ന്. ഇനി ഇതൊരു വെള്ള റോസയാണ്. ഇത് വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നതാണ്. ഇതിപ്പോൾ ഞാൻ കോതി വളമൊക്കെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. ചെറുതായിട്ട് ഇതിൽ നിന്ന് ഇലകളൊക്കെ വരുന്നുണ്ട്. പിന്നീട് മൊട്ടും വരുന്നുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന ചെടിയാണ് ഉഷമലരി എന്ന് പറഞ്ഞ ടൈപ്പിലുള്ള ചെടി. നാടൻ ചെടിയായ തീപ്പൊരി എന്നൊക്കെ ഞങ്ങൾ പറയും. വേറെ പേരെന്തുവാന്ന് എനിക്കറിയാൻ വയ്യ. അത് ഇച്ചിരി അടുക്കുള്ളതാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ചെടികളും ചെടിയുടെ ഇലയും എല്ലാം നല്ലോണം ഒരു 4-5 മൂട് ചെടി ഒന്നിച്ച് നിൽക്കുകയാണിത്. പിന്നെ ഉഷമലരി ടൈപ്പ് വേറൊരെണ്ണം. ഇവിടെ ഒരു പഴയ ടയർ കിടന്നതാണ്. ടയറിനകത്ത് ഞാൻ കുറച്ച് 8 മണി നട്ടതിരിക്കുകയാണ്. അത് കുറച്ച് പല കളറിലുള്ളതാണ്. അതുകൊണ്ട് ഒരു മജന്ത കളർ, ഒരു മഞ്ഞ, പിന്നെ ഒരു റോസ് കളറിലുള്ള പൈപ്പിൽ നട്ട് പിടിപ്പിച്ചതാണ്. ഇതിപ്പം പൂ വലുതായിട്ട് കാണത്തില്ല. കാരണം ഞാൻ ഇത് കുറേയൊക്കെ വെട്ടിക്കൊടുത്തു. ഒത്തിരി നാൾ നിന്ന് പൂവൊക്കെ പിന്നെ പിടിക്കാതെ ഇപ്പോൾ വെട്ടിക്കൊടുത്ത് ഇപ്പോൾ വളമൊക്കെ ചേർത്ത് വെച്ചേക്കുകയാണ്. അതേപോലെ അതും ഒരു പൈപ്പിനകത്ത് വെച്ചേക്കാം. ഇത് പൂ പിന്നീട് വേറെ ചെടിച്ചട്ടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു റോസയാണ്. ഞാൻ നട്ട് പിടിപ്പിച്ച് കമ്പ് വെട്ടി വെച്ചിരിക്കുകയാണ്. ഇത് 3-4 പൂവൊക്കെ വന്നായിരുന്നു. നാടൻ റോസയാണ്. അതിൻ്റെ വലിയ റോസ അവിടെ നിൽപ്പുണ്ട്. അന്നേരം കാണിച്ചു തരാം. ഇത് വേറൊരു കാണിക്കാം. ഇതൊരു ജമന്തിയാണ്. ചുമപ്പ് മഞ്ഞ ഷെയ്ഡ് വരുന്ന ജമന്തിയാണ്. ഞാൻ ഒരു പൊട്ടിയ ബക്കറ്റിനകത്ത് ഇതൊക്കെ നട്ട് വെച്ചേക്കണം. ഇതൊരാൾ തന്നതാണ്. നല്ല ഭംഗിയാണ്. ചെറിയ ചെറിയ ജമന്തി പൂക്കളാണ് കൊല കുത്തി പിടിക്കുന്നത്. അത് നട്ടിട്ടേ ഉള്ളൂ. ഇതൊരു ചൈനീസ് വാൽസ്യം, ചുമന്നതി വെള്ള ഷെയ്ഡ് വരുന്ന ചൈനീസ് വാൽസ്യം. ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വെച്ച ഒരു ചെടിയിൽ നിന്ന് കമ്പ് മുറിച്ച് നട്ടതാണ്. ഞാനിത് ഏതെങ്കിലും ചെടി മേടിച്ചുകൊണ്ട് വരുമ്പോൾ ഞാൻ ഇതേപോലെ കമ്പ് മുറിച്ച് പ്രത്യേകം ഒരെണ്ണം നട്ട് വെച്ചേക്കും. കാരണം നമ്മളെ മണ്ണിൽ പിടിപ്പിച്ചെടുത്താൽ മാത്രമേ പിന്നീട് നമുക്ക് അത് ഒടിച്ചു കുത്തുമ്പോൾ പെട്ടെന്ന് കിളിച്ച് വരുത്തുള്ളൂ. നിങ്ങളും അങ്ങനെ ചെയ്ത് നോക്കണം. നമ്മൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഉടനെ തന്നെ ഒരു കമ്പ് അതിൽ നിന്ന് പെട്ടെന്ന് പിടിപ്പിച്ചെടുക്കും. ഇതൊരു ഇൻഡോർ പ്ലാന്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയാണ്. ഇതിന് ചെറിയ വെള്ളപ്പൂക്കളുണ്ടാവും. ഇതിലിപ്പോൾ വെള്ളപ്പൂക്കളൊന്നും വന്നില്ല. ഇത് പക്ഷേ തണലത്താണ് കൂടുതലും വെച്ചിരുന്നത്. നല്ല പച്ചപ്പോടെ കിളിക്കുന്നത്. ഇത് വേറൊരു ടൈപ്പ് ചെടിയാണ്. അതവിടെ പൂക്കൾ പിടിച്ച് നിൽപ്പുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതും എൻ്റെ ഇന്ന് ബഡ് റോസയായിരുന്നു. ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നപ്പോഴേ കമ്പ് ഒരെണ്ണം മുറിച്ച് നട്ട് കിളിപ്പിച്ച് വളരെ കഷ്ടപ്പെട്ട് കിളിപ്പിച്ചെടുത്ത് വയ്ക്കുന്നു. അടീനിയത്തിൻ്റെ തൈ ഞാനിവിടെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. അടീനിയത്തിൻ്റെ തൈ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ശരിക്കുള്ള ചെടി എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള പൂവുള്ള ചെടി. ഈ പൂവിലെ ചെടിയാണ്. ഇതിൽ നിന്നാണ് എനിക്കിതിൽ നിന്ന് വിത്ത് കിട്ടിയത്. ആ വിത്തിട്ട് കിളിപ്പിച്ചതാണ് ഈ നിൽക്കുന്ന അടീനിയ തൈകളെല്ലാം. അതിൽ ഒരെണ്ണത്തിൽ ഇപ്പം മൊട്ട് വന്നിട്ടുണ്ട്. മൊട്ട് അങ്ങ് വിരിഞ്ഞു തുടങ്ങിയില്ല. ചെറുതായിട്ട് വരുന്നതേ ഉള്ളൂ. തൈകളിലും നമുക്ക് വിത്തിട്ട് കിളിപ്പിക്കുന്ന തൈകളിലും നമുക്ക് ഇതേപോലെ പൂവൊക്കെ പെട്ടെന്ന് വരും. ഈ പൂവൊക്കെ പെട്ടെന്ന് വരുന്നതിനുള്ള വളപ്രയോഗങ്ങൾ പിന്നീട് ഞാൻ പറഞ്ഞു തരാം. ഇത് കുറേ 8 മണിയാണ് പല കളറിൽ. ഇത് നമ്മൾ നാടൻ ജമന്തി കുറ്റിയാക്കി എടുത്തതാണ്. ഇതൊരു തെറ്റി ഞാൻ മേടിച്ചുകൊണ്ട് വന്ന തെറ്റി അവിടെ നിൽപ്പുണ്ട്. അതിൽ നിന്ന് കമ്പ് വെട്ടി വെച്ചതാണ്. ഇത് ഒരാൾ തന്ന ഒരു ചെടിയാണ്. അത് ഞാൻ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് സ്ട്രോബെറി ഇപ്പോൾ നഴ്സറിയിൽ നിന്ന് കൊണ്ടുവച്ചതേ ഉള്ളൂ. ഇപ്പോൾ ഒരാഴ്ച ആയതേ ഉള്ളൂ. പച്ചപ്പോടൊക്കെ നിൽക്കുന്നു. കായും പൂവൊക്കെ പിടിക്കുമെന്നാണ് അവർ പറയുന്നത്. നോക്കാമെന്ന് വിചാരിച്ചു. ഇത് കുറച്ച് 8 മണി. കുറേയൊക്കെ പൈസ കൊടുത്ത് മേടിക്കുന്ന ചെടികളുണ്ട് കേട്ടോ. അല്ലാതെ എല്ലാവരും തന്ന നമുക്ക് ചെടികളൊന്നും വെച്ച് പിടിപ്പിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ കല്യാണ ജമന്തി ഒരു തൈ കിട്ടിയത് ഞാൻ ഇങ്ങോട്ട് കുഴിച്ച് വെച്ചേക്കുകയാണ്. കിളിച്ച് വരുന്നുണ്ട്. പിന്നെ ഇത് ചൈനീസ് വാൽസ്യം. ഇതിൻ്റെ വലിയ വാൽസ്യം അവിടെ ഉണ്ട്. ഇതും നഴ്സറിയിൽ നിന്ന് ഞാൻ മേടിച്ച് കൊണ്ടുവന്ന് കമ്പ് ഒടിച്ച് കുത്തി കിളിപ്പിച്ചെടുക്കുകയാണ്. ഇതിപ്പോൾ 1 വർഷമായി എൻ്റെ കയ്യിൽ ഈ ചൈനീസ് വാൽസ്യം എത്തിയിട്ട്.
അന്നേ കമ്പൊടിച്ചൊരെണ്ണം കുത്തിയെടുത്ത് ആ ചെടിയിൽ നിന്നാണ് ഇപ്പം പിന്നെ കമ്പൊടിച്ച് പെട്ടെന്ന് കിളിച്ച് വരുന്നുണ്ട്. അത് കാരണം. പക്ഷെ മറ്റേ മേടിച്ചുകൊണ്ട് വന്ന ചെടി അങ്ങ് നശിച്ചു പോയായിരുന്നു. അതിൽ നിന്ന് ഞാൻ കമ്പൊടിച്ച് വെച്ച ചെടിയിൽ നിന്നാണ് ഇതൊക്കെ ഒടിച്ച് കുത്തിയെടുക്കുന്നത്. ഇതൊക്കെ കിളിച്ച് വരുന്നതേ ഉള്ളൂ. ഇത് ഒരു വെർട്ടിക്കൽ ഗാർഡൻ ഒരുക്കാൻ പറ്റിയ ടൈപ്പ് ചെടിയാണ്. ഇത് പെട്ടെന്ന് കിളിപ്പിച്ചെടുക്കാൻ പറ്റുന്ന തന്നെ. ഇതൊക്കെ ഒരു ചട്ടിയിൽ ഞാൻ മേടിച്ചുകൊണ്ട് വന്ന് ഒത്തിരി ആക്കിയെടുത്തതാണ്. ഇതിപ്പോൾ നഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന ചെടിയാണ്. ഇത് നല്ല പൂവൊക്കെ വന്നു തുടങ്ങി. ഞാൻ ഇഷ്ടംപോലെ ആക്കിയിട്ടുണ്ട്, കാണിച്ചു തരാം. ഇത് നമ്മളെ ഹാങ്ങിങ് പ്ലാന്റായ വയലറ്റ് നിറത്തിലുള്ള പെറ്റൂണിയ എന്നാണ് തോന്നുന്നു പേര്. ഇത് ഒരു ഹാങ്ങിങ് പ്ലാന്റാണ്. പൂവൊന്നും പിടിക്കത്തില്ല, ഇതേപോലെ നിൽക്കും. ഇത് ഇല ഒടിച്ചൂത്തിയും നമുക്ക് കിളിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇവിടെ കുറേ ജമന്തി അരി ഞാൻ പാവിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ചൈനീസ് വാത്സ്യത്തിൻ്റെ അത് വെച്ചിട്ടുണ്ട്. അതിൽ തന്നെയാണ് ഇതും പാവി എടുത്തേക്കുന്നത്. പൂക്കൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കല്യാണ ജമന്തി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ ചട്ടിയിൽ നട്ടിട്ടിട്ടുണ്ടെന്ന്. ചെറിയ കവറിനകത്താക്കി വെച്ച ഈ ചെടിയാണ്. പക്ഷേ നല്ല ഭംഗിയാണ് കേട്ടോ, പൂക്കൾ വിരിഞ്ഞിരിക്കുന്നതാണ്. പിന്നെ ഇതും ഒരു ചെടിയാണ്. ഇത് ഇങ്ങനെ ഒത്ത പൂ പിടിക്കുന്ന ഈ അരിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കമ്പ് മുറിച്ച് നട്ട് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ കുടം പോലെ കൊല കുത്തി അങ്ങ് പിടിക്കും. ഇതിപ്പോൾ പൊഴിഞ്ഞു പോയി പിടിച്ചതല്ല. മൊട്ടുകളൊക്കെ വരുന്നുണ്ട്, നിറച്ച് മൊട്ട് വരുന്നുണ്ട്. ഉറുമ്പ് കയറി ശല്യം ചെയ്യുന്നതാണ് ഒന്നാമത്തെ കുഴപ്പം. പിന്നെ ദാണ്ട് ഇതിൻ്റെ ഒരു ചെറിയ തൈ ഞാൻ അവിടെ കാണിച്ചില്ലേ, അതാണിത്. പിന്നെ ഇത് നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ഇത് 10 മണി, അതൊക്കെ അറിയാം. അത് അടുക്ക് 10 മണി വയലറ്റ്. ഇത് കടും ചുവപ്പാണ് കേട്ടോ. ഇന്ന് പൂക്കളില്ല, കടും ചുവപ്പ്. ഇതാണ് ഇവിടുത്തെ താരം എന്ന് പറയുന്നത്, ചൈനീസ് വാത്സ്യം. നിറച്ചും പൂ പിടിക്കും. ഇതാണ് ഞാൻ നഴ്സറിയിൽ നിന്ന് ഇതൊരു നല്ല കളറാണ്. പക്ഷേ ഈ ക്യാമറയിൽ ഇത് കളർ വരുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നല്ല കളറാണ് ഇതിൻ്റെയൊക്കെ. ഇത്രയും പൂവൊക്കെ ആവുന്നതിൻ്റെ വളപ്രയോഗം ഞാൻ പിന്നീട് ഇടാം. ഇതൊരു ഫ്രിഡ്ജിൻ്റെ ബോക്സായിരുന്നു, ഇവിടെ പൊട്ടിക്കിടന്ന ഒരു പഴയ ഫ്രിഡ്ജിൻ്റെ. അത് ഞാൻ എടുത്ത് ഇത് ചെടി നട്ടതാണ്. അതുകൊണ്ട് അതിൻ്റെ തന്നെ ഒത്തിരി തൈകൾ ഞാൻ തൈകൾ അവിടെ കിളിപ്പിച്ചെടുക്കുന്നില്ലേ, അതേപോലെ കിളിപ്പിച്ചെടുത്ത് ഒടിച്ചൂത്തി കിളിപ്പിച്ചെടുത്തതാണിത്. ഇത് ഏകദേശം ഒരു കൊല്ലത്തിൽ കൂടുതൽ, ഒരു വർഷത്തിൽ കൂടുതലായി എൻ്റെ കയ്യിലെത്തിയിട്ട്. അന്നോട്ടേ ഞാൻ ഒടിച്ചൂത്തി മാറ്റി വെച്ച് കിളിപ്പിച്ചെടുക്കുന്നത്. ഉണ്ട്, ഇതെല്ലാം ആ ടൈപ്പ് ചെടിയാണ്. നല്ല ഭംഗിയായത് കാണാൻ. ഇവിടെ വരുന്നവരെല്ലാം ഇത് ചോദിക്കും, ഒരു കമ്പ് തരുമോ എന്ന്. ഞാൻ കൊടുക്കാറുമുണ്ട്. അവർ കൊണ്ട് ചിലർക്ക് പക്ഷേ ഇത് കിളിച്ച് കിട്ടാൻ ഭയങ്കര പാടാന്ന് പറയാറുണ്ട്. അണ്ട് ഇത് കണ്ട, ഇത് ഒരു ഉഷമലരി. ഇതെനിക്ക് അടുത്ത വീട്ടിൽ കൊച്ച് തന്നതാണ്. നല്ല ഭംഗിയാണ്. ഇത് നിറച്ച് അവരെ വീട്ടിൽ നല്ല രസമാണ് കാണാൻ. ഇതിൻ്റെ ഈ പൂക്കളുണ്ട്, നല്ല ഭംഗിയില്ലേ. അത് തന്നതാണ് ഒരു കമ്പനിക്ക്. ഇത് കല്യാണ ജമന്തി. പൂക്കളൊക്കെ ഉണങ്ങി തുടങ്ങി, ഇനി വെട്ടി വളപ്രയോഗം ചെയ്യണം. പിന്നെ ഇതൊരു ഉഷമലരിയുടെ ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പൈപ്പിൽ വെച്ച ചെടി. പൂക്കളുള്ളത് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഇതാണ് പൂക്കൾ. പിന്നെ ഒരു വയലറ്റ് പൂ പിടിക്കുന്ന റോസ് തെറ്റി. ഇതിൻ്റെ തൈയും ഞാൻ അവിടെ കിളിപ്പിച്ച് ഞങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. ഞാൻ നഴ്സറിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നപ്പോഴേ കിളിപ്പിച്ചെടുത്തെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് റോസയാണ്. ഇതിൻ്റെയും തൈ ഞാൻ കിളിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കുറേ തൈകൾ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വേറൊരു ടൈപ്പ് തെറ്റിയാണ്. ആ റോസ് തെറ്റിയിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്ന തെറ്റി. നല്ല ഭംഗിയാണ് കാണാൻ. ഇതൊരു വയലറ്റ് പൂ വരുന്നൊരു. പിന്നെ ഇതൊക്കെ ഉഷമലരി, തെറ്റി, ഉഷമലരി പല ടൈപ്പിലുള്ളത്. ഇത്രയൊക്കെ സ്റ്റാർ പ്ലാന്റ് എന്നും പറഞ്ഞു ഇത് ഞാനിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടിക്കകത്തൊരു തെങ്ങിൻ്റെ തടിക്കകത്താണ് വെച്ചേക്കുന്നത്. ഈ റോസയെന്ന് ഞാൻ വെട്ടി വെച്ചെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ മുട്ട് വന്ന് ഇപ്പോൾ ഒരുപാട് പടർന്നു. ബഡ് റോസയെന്ന് ഞാൻ കമ്പ് വെട്ടി വെച്ച് കിളിപ്പിച്ചെടുത്തതാണ്. കമ്പിയിൽ ഞാനിങ്ങനെ കൊരുത്തിട്ട് വയ്ക്കുകയാണ്. ഉണ്ട്, ഇത് നമ്മളെ ടർട്ടിൽ വൈൻ വെച്ച് കൊടുത്തതേ ഉള്ളൂ. ഒരു 5-6 ദിവസം ആയതേ ഉള്ളൂ. ഇത്രയും പടർന്നിട്ടുണ്ട്. പിന്നെ ഇതും ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ വലിയ ചെടി അവിടെ ഉണ്ട്, അത് കാണിച്ചു. അതും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ, ഇത് കുളിച്ച് വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ വലുതാകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം, ഒരു വീഡിയോയും കൂടെ ഇടുന്നത്. റോസ് ഇത് അതിൽ നിന്നൊക്കെ ഒടിച്ചു കൂട്ടി ഞാൻ വെച്ചതാണ്. ഇത് സ്റ്റാർ പ്ലാന്റ്, ഇത് വേറൊരു ഹാങ്ങിങ് പ്ലാന്റാണ്.
ഇത് കിളിച്ച് വരുന്നതേ ഉണ്ട്. കുറേ ഇത് സ്റ്റാർ പ്ലാന്റ് ഇതുണ്ട് ഈ ചെടി. ഇതാണ് അവിടെയൊക്കെ ഞാൻ വെച്ചേക്കുന്നത് ഒരു ചുറ്റി പെറ്റൂണി എന്നൊക്കെ പറഞ്ഞില്ലേ അത്. ഇത് ടർട്ടിൽ വൈൻ. പിന്നെ ഇത് വേറൊരു ടൈപ്പ് ഹാങ്ങിങ് പ്ലാന്റ്. ഇതൊക്കെ വെച്ച് കിളിച്ച് വരുന്നു. ഇത് ടർട്ടിൽ വൈൻ. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ കുറേ പച്ചക്കറികളുണ്ട്, അത് പിന്നീട്. ഇത് സിലോപ്പിയ ഇനത്തിൽപ്പെട്ട ചിത്രാഞ്ജലി എന്ന മീനാണ്. ഇത് 500 ഗ്രാമോളം വളരുന്ന വലിപ്പം വയ്ക്കുന്ന ഒരു മീനാണ്. ഇതിന് ഇപ്പം 3.5 മാസം പ്രായമായി. ഇനി ഒരു 4 മാസം കൂടെ കിടന്നാലും നമുക്കിതിനെ പൂർണ്ണ വളർച്ചയ്ക്ക് പിടിക്കാൻ പറ്റും. 300ഓളം മീൻ ഇതിനകത്തുണ്ട്.